പിന്നെ ചന്ദ്രേട്ടൻ മാളേച്ചി പിന്നെ അമ്മ അറിഞ്ഞ ചന്തു മോള് ഷോപ്പിങ്ങിന് പോകും. അമ്മ അറിയത്തില്ല, അമ്മക്ക് അറിയില്ലല്ലോ കോളേജ് നേരത്തെ വിടുന്ന കാര്യം. നീ എന്റെ കൂടെ വാ. എവിടേക്കാ? അതൊക്കെ എത്തുമ്പോ മനസ്സിലാവും. നീ വാ. എന്താ ഇവിടെ നടക്കുന്നേ? എവിടെ? സത്യം പറ, നിങ്ങള് രണ്ടുപേരും എന്ത് ചെയ്യുവായിരുന്നു ഇത്രയും നേരം? പറയടാ. ഞങ്ങളോ? വെറുതെ. ഓ ആണല്ലേ, മാമിനൊന്നും തോന്നിയില്ല. സത്യം പറഞ്ഞോ? ഇല്ല, ഞാൻ ചന്ദനോട് പറയും. ചന്ദനോടോ? എന്തിന്? മോനൊന്നും മനസ്സിലായില്ല എന്ന് തോന്നുന്നു അല്ലേ? എടാ ജാക്സ, നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആണല്ലോ, നിനക്കൊന്നും മനസ്സിലാവില്ല, പക്ഷെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എടാ അങ്ങനൊന്നും ഇല്ല. നീ എന്തൊക്കെയാ? എങ്ങനെയില്ലാന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? ഞാൻ പറയണ്ടായിട്ട് നീ ഊഹിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തോ അവിടെ നടന്നിട്ടുണ്ട്. പറയടാ. ഇല്ല ഞാൻ പറയുവേ. അല്ലേ വേണ്ട, നീ പറയടി കാന്താരി. എന്താ നിങ്ങൾ തമ്മില്? എന്ത്? എന്നെ നമുക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ പാടില്ലേ? അത് കൊള്ളാലോ. ഇതിപ്പോ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാലും പ്രശ്നമാണെന്ന് തോന്നുന്നു. നീ എന്തിനാ ചൂടാവുന്ന വേണ്ടേ? ഞാനാ ഇപ്പൊ ചൂടാവണ്ടേ? അപ്പൊ ഞാൻ ചൂടായിക്കോളാം. നീ വെറുതെ അതിന്റെ ഇടയിൽ കയറി വിഷയം മാറ്റാൻ നോക്കണ്ട. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഗ്നോർ ചെയ്ത് കളിച്ചതൊക്കെ ഞാൻ കണ്ടിട്ടാ പറയുന്നു. എന്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ അഭിനയിക്കണമെന്നില്ല. പറയുന്നതാ നല്ലത്. വരണേ, നീ പറയുന്നോ അതോ ഞാൻ? ജാക്സ, നീ വിചാരിക്കും പോലെ അല്ല ഞാനത്. പിന്നെ നീ ഉരുണ്ട് കളിക്കാണ്ട് കാര്യം പറയുന്നത് നല്ലത്. ഞാൻ രണ്ടും സന്തോഷത്തിൽ വരുന്നത് കണ്ടു. അപ്പൊ എന്തോ നടന്നിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ, അതുകൊണ്ടാ ചോദിക്കുന്നേ. പറയടാ. അത് പിന്നെ ഞാൻ അവളോട് എന്റെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു. ഓ എന്നിട്ട് അവളും മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഞങ്ങൾക്കിടയിലുണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ പോയി. എന്നിട്ട് ഞാൻ അവളും സെറ്റായി. ഇതൊക്കെ എപ്പോഴാ? എന്നാലും എന്നോടൊന്ന് പറയാറുന്നു, ഒരു സൂചന തരാറുന്നു. അത് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നേ, അതാ സോറി. ഡീ കൊച്ച്, എന്നിട്ട് നീ എന്തിനാടി എന്നോട് ചൂടാവാൻ വന്നേ? ഒന്നും പറയാണ്ട് ഒളിപ്പിച്ച് നടക്കുവോ രണ്ടും കൂടി? നിന്നൊക്കെ ഞാൻ. ശരി, ഇതെന്താ കൊട്ടി ആഘോഷിക്കാൻ വല്ല ഉത്സവമാണോ പറഞ്ഞ ആൾക്കാർ? അത് കൊള്ളാലോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരോട് പറയും, ഇഷ്ടമില്ലാത്തവരോട് പറയത്തില്ല. എന്ത് ചെയ്യും? ഓ, ഇതിന്റെ നാവിനൊരു കുറവില്ലല്ലോ. എടാ വരണ, നീ എങ്ങനെ ഇതിന് സഹിക്കാൻ പോകുന്നു? എടാ, ഒരു കാലം ഞാൻ മുമ്പെടുത്ത് വെച്ചല്ലോ, ഇനി അത് പിറകോട്ട് എടുക്കാൻ എനിക്ക് വയ്യടാ. ഓഹോ, അങ്ങനെയാണല്ലേ. ആയിക്കോട്ടെ. അല്ലെങ്കിലും അയ്യോ വേണ്ട, കേട്ട് മടുത്ത്. ഞാൻ ഒരു ഫ്ലോയില് തമാശ പറഞ്ഞാലേടി ഇങ്ങനെ കാര്യമാക്കി എടുക്കണോ? അയ്യോ രണ്ടും നിർത്ത്, ഇനി വഴക്കിടണ്ട. ഇനി ലൈഫ് ലോങ് നിങ്ങൾക്ക് വഴക്കിടാനുള്ളതാ. സോ ഇപ്പൊ തന്നെ വേണ്ട. എന്നാലും എന്നോടൊന്ന് പറയാറുന്നു. ഇപ്പൊ നിന്നോട് പറഞ്ഞിട്ട് എന്തിനാടാ? നാട്ടുകാരെ മൊത്തം അറിയിക്കാനാ? അത് ശരി, അപ്പൊ ഇത് ആർക്കും അറിയത്തില്ലേ? ആർക്കൊക്കെ അറിയാം? അത് പിന്നെ എനിക്ക് ഇതൊക്കെ അറിയാലോ. പിന്നെ അറിയാവുന്നത് രാകേഷിന്, വേറെ ആർക്കും അറിയത്തില്ല. എന്ത്? നിങ്ങൾ സെറ്റായ കാര്യം വേറെ ആർക്കും അറിയത്തില്ലേ? എന്നിട്ട് നിങ്ങൾ രണ്ടും കൂടി എന്ത് ചെയ്യുവോ? അവര് കണ്ണു വെട്ടിച്ചിട്ട് കൊള്ളാം മക്കളെ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ടെങ്കിൽ മിണ്ടാണ്ട് പൊക്കോ രണ്ടും വേറെ വഴിക്ക്. അതെ ഏട്ടാ, നിങ്ങൾ അവരോട് പറയും. അത് ഇപ്പോഴേ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങള് തമ്മിൽ പിരിയണമെന്നൊന്നുമില്ലല്ലോ. നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് പോകുന്നതിന് എന്താ തെറ്റ്? ഓഹോ, അങ്ങനാണല്ലേ. ആയിക്കോട്ടെ, എന്നല്ലേ ഞാൻ ഒന്ന് വിളിച്ചു പറയുന്നുണ്ടേ. ആർക്ക്? വേറെ ആർക്ക്? നിന്റെ അമ്മയ്ക്കും മാളുവിനോടും ചന്തുവിനോടും പിന്നെ വേറെ ആരോടാ പറയണ്ടേ? ഇനി ഇവന്റെ വീട്ടിൽ വിളിച്ചിട്ട് കാര്യമില്ല, അവരെപ്പോഴും ഇവനെ സപ്പോർട്ട് ചെയ്തല്ലേ നിക്കുന്നേ. അയ്യോ എന്റെ പൊന്നേട്ടനല്ലേ, അങ്ങനൊന്നും ചെയ്യല്ലേ. ഞങ്ങളെന്നെ പറഞ്ഞല്ലേ. പിന്നെ ഇപ്പൊ പറ്റത്തില്ല, അതുകൊണ്ടാ. നമ്മള് കുറച്ചും കൂടി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കട്ടെ പ്ലീസ്. നിനക്കെന്താടി പറ്റിയത്? നീ സോറിയൊക്കെ എന്നോട് പറയുന്നുണ്ട്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. സത്യം പറ, കാര്യം സാധിക്കാൻ നീ കഴുതക്കാലം പിടിക്കുന്നു പറയുന്ന ആ ഡയലോഗ് ഫോളോ ചെയ്യുമല്ലടി. അത് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിയൊന്നും വേണമെന്നില്ല. അല്ല, നീ ഇൻഡയറക്റ്റ് ആയിട്ട് എന്നെ കഴുതാന്ന് വിളിച്ചതല്ലേടി? ഞാനോ? അങ്ങനെയോ?
ചേട്ടന് തോന്നിയത് ഞാൻ അങ്ങനെ വിളിക്കോ? അത് എന്റെ ചേട്ടനെ അങ്ങനെ വിളിക്കാനോ? നോ വേ. ഓ ആണല്ലേ, ആയിക്കോട്ടെ. എന്നാ മോളെ കാര്യം സാധിക്കാൻ അങ്ങനെ ചെയ്യണമെന്നില്ല. എടാ എന്താടാ ഇപ്പൊ ചെയ്യുന്നേ? രണ്ടും കൂടി എങ്ങോട്ട് പോവാനാ ഒരുങ്ങി? എടാ ഏതായാലും ഇപ്പൊ ക്ലാസ്സില്ലല്ലോ, അതുകൊണ്ട് അവിടെ ഇങ്ങോട്ട് ഒരു സ്ഥലം വരെ പോവാൻ ഇറങ്ങിയതാ. പ്ലീസ് ആരോടും പറയല്ലേ. ആരോടെങ്കിലും പറയണോ വേണ്ടയോന്ന് ഞാൻ ആലോചിക്കാം. അല്ല എവിടേക്കാണാവോ? അത് പറയാൻ പറ്റത്തില്ലടാ, പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? സർപ്രൈസാ? എടാ അത് വന്നേ. അതുണ്ടല്ലോ, സർപ്രൈസ് ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് അവളെ ഒന്ന് എൻ്റെ കൂടെ ഒന്ന് കൊണ്ടുപോകുന്നതന്നേ ഉള്ളൂ. അല്ലാണ്ട് വലിയ സർപ്രൈസ് ഒന്നും കാണിക്കാനല്ല, ഒരു കാര്യം സെറ്റ് ചെയ്യാനാ. പക്ഷെ അവളോട് പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തെ. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. ഓഹോ അങ്ങനെയാണല്ലേ, ആയിക്കോട്ടെ പോയിട്ടോ. പിന്നെ എല്ലാ കാര്യത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഒന്നിച്ചത് സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരുപാട് തവണ ഞാനും ആഗ്രഹിച്ചതാ നിങ്ങൾ ഒന്നിച്ച് കാണാൻ. ഏതായാലും നടന്നല്ലോ, അത് മതി എനിക്ക്. പിന്നെ ഈ ഒളിച്ച കളി കൂടുതൽ നാളോട്ടൊന്നും നീട്ടണ്ട, അതറിഞ്ഞാൽ പണിയാവും. ഏതായാലും എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ട് എല്ലാവരോടും ഒന്ന് പറ, എല്ലാവർക്കും സന്തോഷമായിരിക്കും. അല്ലടാ അപ്പൊ ഇപ്പൊ ആർക്കും അറിയാത്തൊന്നും? ചന്തുവിനെ അറിയാലോ നിന്നെ കുറിച്ച്, മാളുവിനാണോ അറിയാത്തത്? എടാ മറ്റന്നാൾ ഞങ്ങളെ ഇറങ്ങി ഇവിടുന്ന്. അതിനു മുമ്പ് നീ ഏതായാലും മാളുവിനെ ഈ കാര്യം അറിയിക്കുന്നതാ നല്ലത്. അങ്ങനെ ആയിരുന്നേ മാളുവിന് കുറച്ച് ആശ്വാസമായേനെ. എടാ ജാക്സ, എനിക്കറിയാം ചന്തുവിനും മാളുവിനെ ഇഷ്ടമാണ്, പക്ഷെ ചന്തുവിന് അവളെ ഇഷ്ടമാണെന്ന് അവൾക്കറിയത്തില്ല. ആൻഡ് അവൻ അത് പറയാനും ഇപ്പൊ ഒരുക്കമില്ലടാ. അവനെന്താന്നറിയില്ല, അവനെന്തോ പേടിയാ. എനിക്ക് തോന്നുന്നത് അവര് മാറി നിൽക്കുമ്പോ അതൊക്കെ മാറുന്ന, അതുകൊണ്ട് ഞാൻ ഒന്നും പറയാൻ പോയില്ല. പിന്നെ അതെനിക്ക് മനസ്സിലായതാ. ഏതായാലും മാറി നിൽക്കുമ്പോൾ പറയുവാണെങ്കിൽ പറയട്ടെ, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാ നിങ്ങൾ ഇറങ്ങിക്കോ. ഇല്ലേ സമയത്തിന് വീട്ടിൽ അവളെ കൊണ്ടു ചെന്നാക്കാൻ പറ്റിയില്ലെങ്കിലും. ആടാ മീനു വാ. ആയോ നിങ്ങളുടെ രഹസ്യ പറച്ചില്? ആയിട്ടുണ്ട്, എന്നാ ഇറങ്ങിയാലോ. ബ്രദർ അവരെങ്ങോട്ടാ പോയത്, എന്നെ ഇവിടെ തനിച്ചാക്കിട്ട്? ഓ നീ നീ അവനല്ലേ? അതെ ഇന്നലെ കണ്ട അത് തന്നെ. നീ ഇവിടെ എന്ത് ചെയ്യുവാടാ? നീ കോളേജിൽ പഠിക്കുന്നതല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്റെ പൊന്നു ചേട്ടാ, അവരോട് ഞാനൊന്ന് വന്നോട്ടെ എന്നേ ചോദിച്ചോളൂ. അവരെന്നോട് സമ്മതിച്ചതാ. എന്നിട്ട് എനിക്ക് കമ്പനി വരാൻ ഫ്രീ ടൈമിൽ എന്നൊക്കെ പറഞ്ഞതാ. എന്നിട്ട് ഒരുത്തനെ ഞാൻ കണ്ടില്ല കേട്ടോ ഈ വഴിക്ക്. ആ വരുന്നേട്ടനാണെങ്കിൽ എനിക്ക് പെണ്ണിനെ സെറ്റാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. എന്നിട്ടോ ആ വഴിക്ക് വന്നതേ ഇല്ല. ഞാൻ അവിടെ പോസ്റ്റ്. എന്നിട്ട് ഇപ്പൊ അവരെ കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നപ്പോ അവര് പോകുന്നു. ഇനി ഞാൻ ആരോടൊപ്പം വീട്ടിൽ പോകും? ഓഹോ, അപ്പൊ ചന്ദനി മാളിനെയും കണ്ടില്ല? അവര് നേരത്തെ കണ്ടു. അവരോട് ഞാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു അവർക്ക് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ ഇവരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാ നിന്നത്. എന്നാലും ഇവരുടെ ഈ വഴിക്ക് അവരുടെ ആ വഴിക്ക്. ഞാനിപ്പോ എവിടെ നിൽക്കും? നീ നേരത്തല്ലേ നിക്കുന്നേ? അങ്ങനല്ല. പിന്നെ എന്റെ ഏട്ടാ, എനിക്കിപ്പോ വീട്ടിൽ പോണ്ടേ? എനിക്ക് വഴി അറിയില്ലല്ലോ. സത്യമായിട്ട് നിനക്ക് വഴി അറിയില്ലേ? സത്യം പറയടാ, നീ ഇന്നലെ കോളേജിൽ വന്ന എങ്ങനെയാ വഴി അറിയാണ്ട്? അതെങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഏതെങ്കിലും ഓട്ടോ വിളിച്ചാൽ ഇവിടേക്ക് എത്താലോ. അങ്ങനെയാണോ വീട്ടിലേക്ക് പോകുന്ന വഴി? എനിക്ക് ആ സ്ഥലത്തിന്റെ പേര് പോലും അറിയത്തില്ല, പിന്നെ ഞാൻ എങ്ങനെ പോവാനാ? ചേട്ടൻ തന്നെ പറ. ഓ അത് ശരിയാ, സോറി, ചോദിച്ചു തെറ്റായി പോയി. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? നിനക്ക് വീട്ടിൽ പോകണം അത്രയല്ലേ? ഞാൻ കൊണ്ടു ചെന്നാക്കാം. അയ്യോ ചേട്ടാ, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല. പിന്നെ എന്താടാ നിന്റെ പ്രശ്നം? അത് ചേട്ടാ, ഇന്ന് രാവിലെ വരുമ്പോ വരുണേട്ട എന്നോട് പറഞ്ഞതാ ഒരു കുട്ടിയെ സെറ്റാക്കി തരാന്ന്. അതിനു വേണ്ടിയാ മെയിൻലി ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ വരുണേട്ടൻ പോയ സ്ഥിതിക്ക് ചേട്ടൻ എനിക്കൊരു കൊച്ചിനെ സെറ്റാക്കി തന്ന ഞാൻ ഹാപ്പിയാവും. അത് ശരി, ഞാനാരും നിന്റെ ബ്രോക്കറാ എന്നെ സെറ്റാക്കി തരാൻ? ഒന്ന് ചേർക്കാം, വേറെ പണിയില്ല നിനക്ക്? അത് ഞാൻ ഇവിടെ സിംഗിളായി നിൽക്കുമ്പോ നീ എനിക്ക് ഇട്ട് പണിയാൻ വരുന്നു. ഞാൻ കേട്ടിട്ട് മതി നീ കേട്ടുന്നത്. അതിനു മുമ്പ് നിനക്ക് ഒരു കൊച്ചിനെയും ഞാൻ തരത്തില്ല. ഓടാ യൂട്യൂബ് ബ്രൂട്ടസി. എന്തായിട്ടാ ഇത്? ഇങ്ങനെ ചെയ്തുകൂടാ. എനിക്ക് ഒരാളെ സെറ്റാക്കി തന്നെ ഞാൻ ചെയ്തിട്ട് ഒരാളെ സെറ്റാക്കി തരാത്തേ. നീ ആരടാ? m4marry.com ചെയർമാനോ എനിക്ക് പെണ്ണിനെ സെറ്റാക്കി തരാം? ഒന്ന് ചേർക്ക. എന്റെ ഏട്ടാ, ചേട്ടൻ അറിയാഞ്ഞിട്ടാ.
ചേട്ടാ കമന്റ് ബോക്സിൽ ഫസ്ല എന്ന് പറയുന്ന ഒരു കൊച്ചുണ്ടല്ലോ, അവള് ചേട്ടനെ കെട്ടിച്ചു തരുമോന്ന് ഇങ്ങനെ കമന്റ് ഇട്ടായിരുന്നു. അപ്പോ ഞാൻ അവൾ നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ചേട്ടന് ഓൾറെഡി ആളെ കിട്ടി. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരാ അത്? എന്റെ മാലാക കൊച്ച്. എനിക്ക് കാണണം. ഒന്ന് പോ ചേട്ടാ, ഞാൻ പറഞ്ഞപ്പോ തന്നെ എങ്ങനെ കയറി ചെന്ന അവള് നിന്ന് തരുമോ? ഒന്ന് പോയേ. അതിനാദ്യം എനിക്ക് ഒരാളെ സെറ്റാക്കി തരണം, എന്നിട്ടേ നടക്കത്തുള്ളൂ. പറഞ്ഞൊന്നും വേണ്ട. പിന്നെ എനിക്കും കുറെ പ്രപ്പോസലും വന്നതാ, ഞാനതിൽ ആരെങ്കിലും സെലക്ട് ചെയ്തോളാം. എന്നാലും ചേട്ടനും കൂടി ഒന്ന് സഹായിച്ചാൽ നന്നായിരുന്നു, അത്രേ ഉള്ളൂ. അതിനെന്താടാ, ഞാൻ നിന്റെ കൂടെ തന്നെ ഇല്ലേ? നീ ആരാ കൊച്ചും ഒന്ന് പറഞ്ഞു തന്നാ മതി, ഞാൻ വന്ന് സെറ്റാക്കി തരാം, നോക്കിക്കോ. അത് മതി എന്റെ ചേട്ടാ, കൊള്ളാം കേട്ടാ നിങ്ങള്. പിന്നെ അല്ല, ഞാൻ പണ്ടേ പൊളിയല്ലേടാ. അതെ അതെ, പൊളിയാണ്. മാളു, ലിസ്റ്റിലുള്ളതെല്ലാം വാങ്ങിയോ നീ? ആടാ, എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങാനുണ്ട്. അത് ഇനി ടെക്സ്റ്റൈൽസിൽ പോയിട്ടാവണം. ഇവിടുത്തെ ബില്ല് പേ ചെയ്യാലേ? ആ, ഞാൻ ചെയ്തിട്ട് വരാം, നീ ഇവിടെ നിൽക്കേ. ആ ശരി. മാളു. ആ എന്താടാ, എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? എടേ, നിനക്ക് എന്നെ മിസ്സാവില്ലേ അവിടെ പോയാ? മിസ്സാവില്ലെന്നോ? ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് നിന്നെയാ. എടി, എനിക്കും അങ്ങനെ തന്നെയാ. എനിക്ക് നിന്നെ പിരിഞ്ഞു നിൽക്കാൻ പറ്റുമോന്ന് പോലും അറിയത്തില്ല. അതെനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എടി, എന്തേലും പറഞ്ഞ് എടാ, ഇത് മാറ്റാൻ പറ്റത്തില്ല. നീ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ഓൾറെഡി അവിടേക്ക് കൊടുത്തു കഴിഞ്ഞല്ലോ. ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നാളെ മറ്റന്നാൾ പോയേ മതിയാകും. എന്നാലും ഒരു മന്ത് എന്ന് പറയുമ്പോ അത് കുറേ അല്ലേ? എനിക്ക് അത്രയും നാള്. നീ എന്താടാ കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വിഷമിക്കുന്നേ? എനിക്കും അതേ വിഷമമില്ലേ? എന്നിട്ട് ഞാൻ ഇവിടെ എങ്ങനെയാണോ നിൽക്കുന്നേ? എടി, അതല്ല, എനിക്ക് നീ ഒന്നും പറയാതെ മിണ്ടാണ്ട് തന്നെ. എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. എടാ, നമ്മൾ എന്നും ഫോണിൽ സംസാരിക്കും. നീ പേടിക്കാതിരിക്കുക. നീ വെറുതെ ഇങ്ങനെ ഓവർ ഇമോഷണൽ ആവല്ലേ. എടി, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയണമെന്ന്. എന്ത് പറയാനുണ്ടെങ്കിലും പിന്നെ പറയാം. നീ ഇപ്പൊ മൂടൊന്ന് മാറ്റാൻ വേണ്ടിട്ട് വാ, നമുക്ക് റെസ്റ്റോറന്റിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. എടി, എനിക്ക് പറയാനുള്ളോ ഒന്ന് കേക്കുക. എടാ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഇനി നിന്നെ വൈകും. അമ്മ അവിടെ തിരക്കുവേ. നീ വന്നേ. എടി, എന്റെ മനസ്സിലുള്ളത് നിന്നോട് പറയാതെന്ന എനിക്ക് അറിയത്തില്ല. എനിക്ക് അത്രയും നാള് പറയട്ടാ, ഇത് നിങ്ങളുടെ വീടല്ലേ? ഇവിടേക്കാണോ വന്നേ? എന്നോടത് നേരത്തെ പറയാത്തെ? നിന്നോട് നേരത്തെ പറഞ്ഞാൽ നീ വരത്തില്ലാന്ന് തോന്നി, അതുകൊണ്ടാ. അങ്ങനെയല്ല, എന്നാലും എന്നോട് പറയാറുന്നു. എടി, നീ എന്തിനാ പേടിക്കുന്നേ? അതല്ല മീന, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നിനക്കെപ്പോഴും പേടിയാണോ എല്ലാരെയും? അങ്ങനെയല്ല വരേട്ട, അങ്ങനെയല്ല. എനിക്കത് അമ്മയെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയുന്നില്ല. അതാ. അയ്യേ, അതിനെന്തിനാ വിഷമിക്കുന്നേ? ഞാനല്ലേ നിന്റെ കൂടെ. അമ്മ നിന്നോട് ദേഷ്യപ്പെടാനൊന്നും പോകുന്നില്ല. അമ്മയ്ക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. നീ ഒന്നും വിചാരിക്കാണ്ട് അമ്മയോട് സാധാ രീതിയിൽ സംസാരിച്ചാൽ മതി. അവിടെ നീ പഴയതെല്ലാം ഓർത്തിട്ട് ഭയപ്പെട്ട് നിൽക്കണമെന്നില്ല. ഓക്കെ? നിനക്ക് ഫ്രണ്ട്ലി ആയി തന്നെ എൻ്റെ അമ്മയോട് അച്ഛനോട് സംസാരിക്കാം. അവരത്രയ്ക്കും ഫ്രണ്ട്ലിയാണ്. എനിക്കറിയാം, പക്ഷെ എന്തൊരു പേടി പോലെ. ഡോണ്ട് വറി, ഞാനില്ലേ നിന്റെ കൂടെ. വാ. അമ്മാ, ദേ ഇങ്ങോട്ട് നോക്കി, ഞാൻ ആരെയാ വിളിച്ചോണ്ട് വന്നേക്കുന്നതെന്ന്. ക്ലാസ് കട്ട് ചെയ്ത് വന്നല്ലേ നീ? എന്താടാ ഇത്? അതോ വീണ്ടും എന്തെങ്കിലും സസ്പെൻസ്? മോളെന്താ ഇവിടെ? ഇവിടെ ഇരിക്കും. അമ്മ തന്നെ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ. അവൾ എങ്ങോട്ടും പോകത്തില്ല. അമ്മയോട് സംസാരിക്കാൻ തന്നെയാ വന്നേക്കുന്നേ. എടാ മോനെ, ഇത് നമ്മുടെ മീന തന്നെയല്ലേ? അതെ, അമ്മയുടെ മീന തന്നെയാ. എടാ ചെറുക്ക, എനിക്ക് വിശ്വാസമാകുന്നില്ല. അതാ മോളെ എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്നേ? നമുക്ക് സുഖമല്ലേ? മോളെ ഭീഷണി പിടിച്ച് കൊണ്ടുവന്നല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ തല്ല. അമ്മേ, ഭീഷണി പിടിച്ച് കൊണ്ടുവരാൻ ഞാൻ ആര്? ഗുണ്ടയാ? അത് പിന്നെ ആണല്ലോ. അതല്ല മോളെ എങ്ങനെ ഇവിടെ?
ഓ എൻ്റെ അമ്മേ, ക്ലാസ് ഉച്ചവരായിരുന്നു. ഞാൻ അവളോട് ഇങ്ങോട്ട് പോയെന്നു ചോദിച്ചു, അവള് വന്നു. അവക്ക് അമ്മയോട് എന്തോ സോറിയൊക്കെ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ അമ്മ ഇങ്ങനെ വെപ്രാളപ്പെട്ട് അവളെ കൂടി വിഷമിപ്പിക്കും. പോയി സംസാരിക്കും. എടാ, എന്നാലും അവക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? ഞാനല്ലേ പറഞ്ഞതെല്ലാം ശരിയാവും. അമ്മയുടെ മോൻ പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെ ചെയ്യും. അതാ ഇവിടെ. അമ്മ സംസാരിക്കും. ആ പിന്നെ അച്ഛനെവിടെ? ഓഫീസിലാ. ഇപ്പൊ വരും. നീ ഒന്ന് വിളിക്ക്. ആ ഓക്കെ ഓക്കെ, അമ്മ സംസാരിക്കാം, ഞാൻ വിളിക്കാം. മീനു, അമ്മയോട് സംസാരിക്കട്ടോ. അമ്മ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിനക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാം. നിനക്ക് എന്താ പറയാനുള്ളത് അങ്ങനെ തന്നെ പറയാം. ഒന്നും വിചാരിക്കണ്ട. അമ്മ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒന്നും വേണമെന്ന് വെച്ചല്ല അങ്ങനെയൊക്കെ പെരുമാറി. എന്തോ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ചെയ്തതൊക്കെ തെറ്റാ. എന്നോട് ക്ഷമിക്കണേ. നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? അമ്മ അപ്പോഴും അതൊക്കെ വിട്ടതാ. പക്ഷെ സങ്കടം ഉണ്ടായിരുന്നു മോളെന്നോട് ഒന്ന് മുഖം പോലും നോക്കാൻ നിൽക്കാണ്ട്. അങ്ങനെ ഇപ്പൊ എല്ലാം പോയി. മോള് വന്നില്ല എൻ്റെ അടുത്തേക്ക്. എനിക്ക് സന്തോഷായിടി. സുമിത്രയെ പോലെ തന്നെയുണ്ട് കാണാൻ. ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നേ ഞാൻ അന്ന് തന്നെ കണ്ടുവരാം മോളെ. എല്ലാം എന്റെ തെറ്റാ. ഇല്ല, അമ്മ എന്താ ചെയ്തിട്ടാ? എനിക്കും ആരെ കുറിച്ചും അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. മോളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. മോളെങ്ങനെ ക്ഷമ ചോദിക്കുന്നേ? എൻ്റെ മോൻ്റെ ഭാഗ്യം മോള്. അവൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ അവന് മോളെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ കാരണം ഇപ്പൊ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയത്. എനിക്ക് ഭരട്ടം കാരണം അമ്മയെ വീണ്ടും കാണാൻ പറ്റിയത്. മോക്കെന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ ഇപ്പൊ? ഇല്ല, എനിക്ക് എന്തൊക്കെയോ തോന്നിയുണ്ട്. അല്ലാണ്ട് അമ്മയുടെ എന്ത് ദേഷ്യം എനിക്ക്. എടാ ചെറുക്ക, നീ ആള് കൊള്ളാൻ കേട്ടോ. ഇത്ര പെട്ടെന്ന് അവളെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്താടാ ഞാൻ പറയാ, അവൾ ഈ വീട്ടിൽ നിന്ന് പോയ ശേഷം ഇന്ന് നിന്റെ അമ്മയെ ഇങ്ങനെ സന്തോഷത്തിൽ കാണുന്നു. നീ എന്ത് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വന്ന്? അത് പിന്നെ അച്ഛാ, അവളെ അച്ഛൻ്റെ മരുമോളായിട്ട്. ഡാ നീ സത്യമാണോ പറയുന്നേ? അതോ വെറുതെ തമാശയാണോ? എന്റെ പൊന്നച്ഛ, ഈ കാര്യമൊക്കെ ആരെങ്കിലും തമാശ അറിയോ? ഡാ ചെറുക്ക, സത്യമാണോ? അവളെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അവക്കെന്നെ ഇഷ്ടമാണെന്ന് അവൾ എന്നോടും പറഞ്ഞു. നിങ്ങളിപ്പോ ഒന്നിച്ചിട്ടാ.